നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യ ഓസ്ട്രേലിയ T20 പരമ്പര നാളെ നടക്കാനിരിക്കുകയാണ്. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയാണ്. ഇതിനു മുമ്പത്തെ ഏകദിന പരമ്പരയിൽ ഓസ്ട്രേലിയ 2-1 ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ത്യ പക്ഷേ T20യിൽ ഏഷ്യ കപ്പ് ജേതാക്കളായതിനു ശേഷമാണ് അവർ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു പരമ്പരയാണ് ഈ ഓസീസിനെതിരെയുള്ള T20 പരമ്പര. നമ്മുടെ ക്യാപ്റ്റനൊക്കെ മാറുന്നു. ശുഭ്മാൻ ഗില്ലിന് പകരം ഈ T20 പരമ്പരയിൽ T20യിൽ ഇന്ത്യയുടെ സ്ഥിരം നായകനായ സൂര്യകുമാർ യാദവിൻ്റെ കീഴിലാണ് ഈ ഒരു ടീം ഇറങ്ങുന്നത്. സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾ ഈ ടീമിലുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഹാരിസ് നെന്മാറ. ഹാരിസ്, ഈ ഒരു T20 പരമ്പര എന്ന് പറയുമ്പോൾ ഇന്ത്യ ഏകദിന പരമ്പര തോൽവിക്ക് ശേഷം സൂര്യകുമാർ യാദവിൻ്റെ കീഴിൽ T20 പരമ്പരയ്ക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല ഏഷ്യ കപ്പ് ജയിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസം ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഈ പരമ്പരയിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ സാധ്യതകൾ? എനിക്കൊന്നും പിന്നെ ഏഷ്യ കപ്പ് ജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ നമുക്ക് എന്തായാലും ഓസ്ട്രേലിയ നേരിടാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ കോൺഫിഡൻസിൽ നമുക്ക് ഓസ്ട്രേലിയ നേരിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണോ ഏകദിന പരമ്പരയിൽ പിന്നെ നേരിട്ടത് ആ ഫലം തന്നെ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. കാരണം T20 ക്രിക്കറ്റിൽ ലോകത്തിലെ 2 പവർ ഹൗസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരമാണ്. പിന്നെ നിലവിലെ ഫോമിൽ തുല്യശക്തികൾ എന്നല്ലാതെ നമുക്ക് ഈ കൂട്ടരെ കുറിച്ച് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ T20 ലോകകപ്പിലാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും അവസാനമായ ഒരു T20 മത്സരം കളിച്ചത്. സൂപ്പർ 8-ലാണ്. അന്ന് രോഹിത് ശർമ്മ ടീമിലുണ്ടായിരുന്നു, വിരാട് കോഹ്ലി ടീമിലുണ്ടായിരുന്നു, ജഡേജ ടീമിലുണ്ടായിരുന്നു. അതെ. അപ്പോൾ നമ്മൾ 2023 ലോകകപ്പ് ഫൈനൽ തോറ്റതിൻ്റെ ഒരു പ്രതികാരം നമ്മൾ അവിടെയാണ് വീട്ടിയത്. അന്ന് ഓസ്ട്രേലിയ സൂപ്പർ 8-ൽ പുറത്താവുന്നുണ്ട് രോഹിത് ശർമ്മയുടെ ഇന്നിങ്സിൽ. അന്ന് ഹർഷദീപ് സിംഗ് ടീമിലുണ്ട്. ഹർഷദീപ് സിംഗ് 3 വിക്കറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപിടി ഓർമ്മകൾ നമുക്ക് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടങ്ങൾ T20യിൽ എപ്പോഴും ഇന്ത്യക്ക് എല്ലാ കാലത്തും ഒരു ഡോമിനൻസ് ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിലൊരു 32ഓളം മത്സരങ്ങളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും നേരിട്ടിട്ടുണ്ട് പരസ്പരം. അപ്പോൾ 20 തവണ ഇന്ത്യ ജയിക്കുന്നു, 11 തവണ ഓസ്ട്രേലിയ ജയിക്കുന്നു. സമീപകാല പ്രകടനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ T20 ലോകകപ്പിന് ശേഷം ലോക ക്രിക്കറ്റിൽ നമുക്കൊരു ഇന്ത്യൻ ഡോമിനൻസ് T20 മൈതാനങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു 27 മത്സരങ്ങളിൽ ഇന്ത്യ തോൽവി അറിയാതെ 22 മത്സരങ്ങൾ പൂർത്തിയാക്കുന്നു. ഇതേ ഡോമിനൻസ് ഓസ്ട്രേലിയക്കും ഉണ്ട് എന്നുള്ളതാണ്. ഓസ്ട്രേലിയ കഴിഞ്ഞ ലോകകപ്പിന് ശേഷം ഒരു 19 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ 16 മത്സരങ്ങളിലും അവർ തോറ്റിട്ടില്ല എന്നുള്ളതാണ്. 2 മത്സരങ്ങൾ തോറ്റപ്പോൾ പിന്നെ ഒരു മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഒരു തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ് നമ്മൾ ഓസ്ട്രേലിയൻ മണ്ണിൽ കാണാൻ പോകുന്നത്. എൻറ്റയർലി ഏകദിന ടീം അങ്ങ് മാറും. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒന്നില്ലാത്ത ടീം. അതേപോലെ തന്നെ കഴിഞ്ഞ ഏഷ്യ കപ്പ് നിലനിർത്തിയ ഏഷ്യ കപ്പ് ഇന്ത്യൻ മണ്ണിലേക്ക് എത്തിച്ച ടീം വരുന്നു. വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. അതേസമയം തന്നെ അടുത്ത ലോകകപ്പിൻ്റെ വിധി പോലും നിർണ്ണയിക്കുന്നത് ചിലപ്പോൾ ഈ പരമ്പരയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പരമ്പര ഓസ്ട്രേലിയ തൂത്തുവാരുകയാണെങ്കിൽ, ഈ പരമ്പര ഇന്ത്യ തൂത്തുവാരുകയാണെങ്കിൽ അടുത്ത ലോകകപ്പിലേക്ക് നമുക്ക് വലിയൊരു സൂചന കിട്ടും എന്നുള്ളതാണ്. ഇരു ടീമുകളും തമ്മിൽ അങ്ങനെ ഒരു സൂചന കിട്ടും. അതായത് ഇരു ടീമുകളും ലോകകപ്പിനേക്കുള്ള 11 എങ്ങനെയായിരിക്കും സെലക്ട് ചെയ്യുന്ന ഒരു ടൂർണമെന്റ് ആയിരിക്കും ഇത്. ഹാരിസ്, ഹിസ്റ്ററി പറഞ്ഞപ്പോഴാണ്, അതായത് ഈ ഇന്ത്യയുടെ ഡൊമിനൻസ് നമ്മൾ T20 മത്സരങ്ങളിൽ, ഏകദിനങ്ങളിലല്ല T20 മത്സരങ്ങളിൽ നമ്മൾ പലപ്പോഴും ഇന്ത്യയുടെ ഡൊമിനൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശ്രീശാന്തിന്റെ കൈ മറ്റേ അന്ന് 2007 പ്രഥമ T20 ലോകകപ്പിൽ നമ്മുടെ ആഡം ഗിൽക്രിസ്റ്റിനെയും മാത്യു ഹെയ്ഡനെയൊക്കെ പുറത്താക്കിയതിനു ശേഷമുള്ള ഒരു ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഒരു ഏകദിന മത്സരം, ചരിത്രത്തിൽ ആദ്യത്തെ ഏകദിന മത്സരം അതായിരുന്നു എന്നുള്ളതാണ്. T20 മത്സരം. അതില് പിന്നെ യുവരാജ് സിംഗ് 30 പന്തിൽ 70 റൺസ് അടിക്കുന്നു. പിന്നെ ഇന്ത്യ മത്സരം ജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായിരുന്നു ആദ്യത്തെ ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ T20 മത്സരം. നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീശാന്ത് ഓർമ്മ കൂടി അതാണ്. കാരണം ശ്രീശാന്തിന്റെ ഒരു അഗ്രഷൻ, നമ്മുടെ മലയാളി താരമാണ്, ഇപ്പോഴും ഒരു മലയാളി താരം സഞ്ജു സാംസൺ ടീമിലുണ്ട്. പക്ഷേ ഇന്ത്യ ഓസ്ട്രേലിയ T20 മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രീശാന്തിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു അഗ്രഷൻ, ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെ ഏറെ ചർച്ചയായിട്ടുള്ളൊരു 2007 പ്രഥമ T20 ലോകകപ്പ് ഇന്ത്യ അത് നേടുകയും ചെയ്തു. ഓസ്ട്രേലിയയെ തകർത്ത് ഇന്ത്യ നേടുകയും ചെയ്തു. ഹെയ്ഡനൊക്കെ പുറത്താകുന്ന സമയത്ത് ശ്രീശാന്ത് അടുത്ത് വെച്ച് ആഗ്രഷൻ കാണിക്കുന്നൊക്കെ, അന്നൊക്കെ ആഗ്രഷൻ വലിയ വിമർശനങ്ങൾ നേരിട്ടു. പിന്നെ വിരാട് കോഹ്ലിക്ക് ശേഷമാണ് അഗ്രഷൻ ഒരു ഇതിഹാസമായി. അഗ്രഷനിൽ ഒരു ന്യൂ നോർമലായിട്ട് മാറിയതിനു ശേഷം. പക്ഷെ അന്ന് ഈ അഗ്രഷന്റെ പുറത്ത് ശ്രീശാന്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. മാത്രമല്ല ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം ഏകദിനത്തിനും ഇതേപോലെ സൈമൺസിനെ ഔട്ടാക്കിയതിനു ശേഷം ഇങ്ങനെ ഒരു അഗ്രഷൻ കാണിച്ചു. അന്ന് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും മറ്റ് രാജ്യങ്ങളിലെ കളിക്കാർക്ക് ആ അഗ്രഷൻ, അങ്ങനെയുള്ള അഗ്രഷനൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്ത് കാണുന്ന സമയത്ത് നമുക്ക്, അതായത് ഇന്ത്യക്കും ആ രീതിയിലുള്ള ഒരു അഗ്രഷൻ ഇവിടെ സാധ്യമാണ് എന്ന് തെളിയിക്കുകയായിരുന്നു ശ്രീശാന്ത് ചെയ്തത്. തീർച്ചയായിട്ടും ശ്രീശാന്തിന്റെ ഓർമ്മകൾ, അല്ലെങ്കിൽ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ T20 ഓർമ്മകൾ എന്ന് പറയുമ്പോൾ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മ, ആ 2 വിക്കറ്റ് എടുത്ത് 2 ബോളിംഗ് ആണ് അന്ന്. ആഡം ഗിൽക്രിസ്റ്റ് ഒരു ബൗണ്ടറി നേടുന്നു, തൊട്ടടുത്ത പന്തിലാണ് ബോൾഡ് ആക്കുന്നത്. T20 ലോകകപ്പിലെ വലിയ ഓർമ്മകളാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ഒരു പുതിയ ടീമാണ്, അതായത് പിന്നെ സൂര്യകുമാർ യാദവിന്റെ കീഴിലിറങ്ങുന്ന ഏഷ്യ കപ്പ് ജേതാക്കളായ ആ ടീം. എനിക്കൊന്ന് ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് ഈ ടീമിൽ നിന്ന് മാറിയിരിക്കുന്നു തോന്നുന്നു. പക്ഷേ ഈ ടീമിലേക്ക് വരുമ്പോൾ ഈ സൂര്യകുമാർ യാദവിന്റെ ഫോം ഒരു നിർണായകമാണ്. കാരണം അദ്ദേഹം ഒരുപാട് കാലമായിട്ട് വലിയ ഫോമിലല്ല കളിക്കുന്നത്. നമ്മൾ അറിയുന്ന സൂര്യകുമാർ യാദവ് അല്ല. അതെ, സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം വലിയ ഫോമില്ലായ്മ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏഷ്യ കപ്പിലൊക്കെ നമ്മൾ പലർക്കും എതിരെ വിമർശനം ഉന്നയിച്ച സമയത്ത് ക്യാപ്റ്റൻസിയുടെ ചുമതല അദ്ദേഹത്തിന്റെ തലയിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ്. 7 മത്സരം കളിച്ചാകെ 72 റൺസാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുള്ളത്. ക്യാപ്റ്റൻസി ക്യാപ്പ് ഏറ്റെടുത്തതിന് ശേഷം ആകെ 330 റൺസാണ് സൂര്യകുമാർ യാദവ്. ക്യാപ്റ്റൻസി അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ട്. അതെ, ആകെ 250 ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുള്ളത് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻസി അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു. സ്വാഭാവികമായിട്ടും നമ്മളിത് എല്ലാ കാലത്തും ചർച്ചകളുണ്ട്, ക്യാപ്റ്റൻസി വലിയ സമ്മർദ്ദത്തിലാക്കുമോ. അപ്പോൾ പിന്നെ ഏകദിന ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്ന സമയത്ത് ശുഭ്മാൻ ഗിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ സൂര്യകുമാർ യാദവ്. പക്ഷേ ഇന്ത്യ പരമ്പരകൾ ജയിക്കുന്നു, ഇന്ത്യ ടൂർണമെന്റുകൾ ജയിക്കുന്നു എന്നിടത്താണ് സൂര്യകുമാർ യാദവ് വലിയ ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത്. ഇനി ഇവൻ ഗൗതം ഗംഭീർ വരെ സൂര്യകുമാർ യാദവിനെ പല തവണയായിക്കൊണ്ട് നമുക്കിങ്ങനെ പ്രതിരോധിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പരമ്പരയ്ക്ക് മുമ്പ് സൂര്യകുമാർ യാദവിൻ്റെ ഫോമുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോൾ, ഏഷ്യ കപ്പിൽ ഫോമുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോഴൊക്കെ പറഞ്ഞത് ഇന്ത്യയുടെ കളിശൈലി എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവാണ്, ഹൈ റിസ്ക് എടുക്കേണ്ട കളിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സൂര്യകുമാർ യാദവിന് ഒരു 30 പന്ത് നേരിട്ട് ഒരു 40 റൺ എടുത്ത് അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് മറികടക്കാം. പക്ഷേ ഇന്ത്യ കളിക്കുന്ന ഹൈ റിസ്ക് ഗെയിം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും നിങ്ങൾ അടിച്ചുകൊണ്ടേയിരിക്കണം. 12 റൺസിന് 3 വിക്കറ്റ് എടുത്ത ഇന്ത്യ 180 റൺസിലൊക്കെ ഇംഗ്ലണ്ട് സീരീസിലൊക്കെ 180 റൺസ് ഫിനിഷ് ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓർഡറും അതുപോലെ തന്നെ മിഡിൽ ഓർഡറും പിന്നെ ഫിനിഷർമാരും ഒക്കെ ഒരുപോലെ ഡെലിവർ ചെയ്യുന്ന ഒരു ടീമായി ഇന്ത്യ ഈ ഹൈ റിസ്ക് ഗെയിം കളിക്കുന്ന സമയത്ത് പിന്നെ മാറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റനും അതുപോലെ തന്നെ മാറേണ്ടി വരും. അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവിൻ്റെ ഫോം ഔട്ട് എന്നെ പിന്നെ ആശങ്കപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് ഗൗതം ഗംഭീർ അദ്ദേഹത്തെ പ്രതിരോധിക്കുന്ന കണ്ടിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും ഇനിയും അദ്ദേഹം ഫോം ഔട്ടായി കഴിഞ്ഞാൽ അടുത്ത ലോകകപ്പിന് മുമ്പ് ചോദ്യചിഹ്നം ഉയരും അദ്ദേഹത്തിനെതിരെ. അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ഏജ് അദ്ദേഹത്തിന് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടറാണ്. കാരണം 35ന്റെ അടുത്ത് അദ്ദേഹം എത്തിയിരിക്കുന്നു. അദ്ദേഹം ഗൗതം ഗംഭീർ എത്രത്തോളം പിന്തുണക്കുന്നുണ്ട്, പക്ഷേ ആ പിന്തുണ ഇനിയും ഉണ്ടാവുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ശുഭ്മാൻ ഗിൽ ഓൾറെഡി ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന്റെ നായകനായി മാറുന്നു, ഏകദിന ടീമിന്റെ നായകനായി മാറുന്നു. സമീപ ഭാവിയിൽ മേ ബി അടുത്ത ലോകകപ്പിന് മുമ്പെങ്കിലും അടുത്ത വർഷത്തേക്കെങ്കിലും ഈ സൂര്യകുമാർ യാദവ് ഇങ്ങനെ ഫോം ഔട്ടായിട്ട് അദ്ദേഹം തുടരുകയാണെങ്കിൽ ഈസിലി അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്ത് ശുഭ്മാൻ ഗിലിനെ ക്യാപ്റ്റനാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പം ഗംഭീറിന്റെ ഈ ഒരു സപ്പോർട്ട് എല്ലാ കാലത്തും ഉണ്ടാവുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇതേപോലെ ഈ ഹാരിസ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം എത്ര ഇന്ത്യയുടെ ഒരു അഗ്രസീവ് സ്റ്റൈലാണ്, അഗ്രസീവ് സ്റ്റൈൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് സഞ്ജു സാംസൺ പോലും ഈ ടീമിൽ നിലനിൽക്കുന്നത്. കാരണം തുടർച്ചയായി 2 ഡക്കുകളൊക്കെ എടുത്ത് ശ്രീലങ്കയ്ക്കെതിരെ അദ്ദേഹം ഡക്കുകൾ എടുത്തു. ആ സമയത്ത് ഗംഭീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 21 മത്സരങ്ങളിൽ ഗംഭീറും സൂര്യയും കൂടി എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സഞ്ജു ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. 21 മത്സരങ്ങളിൽ തുടർച്ചയായി ഡക്കായിട്ടുണ്ടെങ്കിലും നിങ്ങളെ ഞാൻ ടീമിലെടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രസ്താവന ഉണ്ട്. അതായത് അഗ്രസീവ് സ്റ്റൈൽ കൃത്യമായിട്ടും സൂര്യയും ഗംഭീറും വിഭാവനം ചെയ്യുന്ന ആ ഒരു അഗ്രസീവ് സ്റ്റൈൽ കൃത്യമായിട്ടും ഗ്രൗണ്ടിൽ കാണിക്കുന്ന ഒരു കളിക്കാരനാണ് സഞ്ജു സാംസൺ. അപ്പം സഞ്ജുവിൻ്റെ ഒരു ബാറ്റിംഗ് പൊസിഷൻ എന്തായിരിക്കും ഈ മത്സരത്തിൽ? അതാണ് ഇപ്പോഴും നമുക്ക് അറിയാത്തത് എന്നുള്ളതാണ്. കാരണം ഏഷ്യ കപ്പിൽ ഈ ശുഭ്മാൻ ഗിൽ വരുന്നതോടുകൂടി പിന്നെ ചോദ്യചിഹ്നമായ ഒന്ന്, പിന്നെ 8ാമത്തെ പൊസിഷൻ പോലും കിട്ടാത്ത കളികൾ. അത് സഞ്ജുവിനൊക്കെ കഴിഞ്ഞ 7 മത്സരങ്ങളിൽ 4 ഇന്നിങ്സാണ് ആകെ ബാറ്റിംഗ് ഇറങ്ങാൻ അവസരം കിട്ടിയിട്ടുള്ളത്. അതേസമയം തന്നെ പിന്നെ അതിൽ അദ്ദേഹം കിട്ടിയ അവസരങ്ങളിലൊക്കെ ഡെലിവർ ചെയ്യുന്നുണ്ട്. ഫൈനലിലടക്കം അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് ഇന്ത്യൻ വിജയത്തിൽ വളരെ നിർണായകമായിരുന്നു. അതെ, അതേസമയം ശുഭ്മാൻ അന്ന് തന്നെ അഗാർക്കർ പറഞ്ഞത് പിന്നെ ശുഭ്മാൻ ഗിൽ വരുന്നതോടുകൂടി ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും ടീമിലില്ലാത്തതുകൊണ്ടാണ് സഞ്ജുവിന് ഇത്രയും കാലം ടോപ്പ് ഓർഡറിൽ കളിക്കാൻ പറ്റിയത്, ഓപ്പണറായി ഇറങ്ങാൻ പറ്റിയത്. അവർ വരുന്നതോടുകൂടി മാറിക്കൊടുക്കണമെന്ന് പരസ്യമായി തന്നെ അവർ പിന്നെ സെലക്ഷൻ വേളയിൽ ഇങ്ങനെ പറയുന്ന സമയത്തും പിന്നെ ശുഭ്മാൻ ഗിൽ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ എത്ര റൺ എടുത്തു, അദ്ദേഹത്തിൻ്റെ പിന്നെ ഇപ്പോൾ അഭിഷേക് ശർമ്മയെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും വലിയ തിയറികളുണ്ടല്ലോ. അവർ പിന്നെ കളിക്കളത്തിന് പുറത്ത് പിന്നെ സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് തന്നെ കളിക്കളത്തിനകത്തും ആ സൗഹൃദം അവർക്ക് പിന്നെ പിച്ചിൽ പ്രകടിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഈ ചർച്ചകളൊക്കെ നടക്കുകയും വലിയ രീതിയിൽ ഇവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്ത മനുഷ്യന്മാർ ശുഭ്മാൻ ഗില്ലിൻ്റെ സ്റ്റാറ്റസിൽ കാണുന്നില്ല. 7 ഇന്നിങ്സ് കളിച്ചു, 127 റൺസാണ് ആകെ ഏഷ്യ കപ്പിൽ, 21 മറ്റോ ആണ് ആവറേജ്. അതേസമയം 4 ഇന്നിങ്സ് കളിച്ച് സഞ്ജു 132 റൺസ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. മാൻ ഓഫ് ദി മാച്ച് ഉണ്ടായിരുന്നു ഒമാനെതിരെ. അതെ, BCCI ഇമ്പാക്ട് പ്ലെയർ ഓഫ്
ഇമ്പാക്ട് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് പിന്നെ ഗൗതം ഗംഭീറൊക്കെ അനുമോദിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സഞ്ജു ടോപ്പ് ഓർഡറിലേക്ക് വരിക എന്നുള്ളത് അടുത്ത T20 ലോകകപ്പിന് മുമ്പ് ടോപ്പ് ഓർഡറിൽ ബാറ്ററായി വരിക. അപ്പോൾ 5ാം പൊസിഷനായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. ഇനിയും വലിയ പരീക്ഷണങ്ങൾക്ക് ചിലപ്പോൾ മുതിരാൻ നിന്നേക്കാം. പക്ഷേ ഇനി സഞ്ജുവിനെ വെച്ചിട്ട് ഒരു പരീക്ഷണത്തിന് മുതിരാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ചെയ്യേണ്ടത്. അദ്ദേഹത്തെ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഓപ്പണിംഗ് സ്ലോട്ട് തിരിച്ചു കൊടുക്കുക, ഇനിയും ശുഭ്മാൻ ഗില്ലിനെ വെച്ച് പരീക്ഷിക്കാതിരിക്കുക. ശുഭ്മാൻ ഗിൽ ഈ പരമ്പര കൂടി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏഷ്യ കപ്പിൽ വളരെ ഓസ്ട്രേലിയ പോലുള്ള ടീമുകളെ നേരിട്ടിട്ടില്ല അദ്ദേഹം ബംഗ്ലാദേശിനാണ് നേരിട്ടത്, പാകിസ്ഥാനാണ് നേരിട്ടത്. അപ്പോൾ അങ്ങനത്തെ ടീമുകളൊക്കെയാണ് നേരിട്ടത്. അപ്പോൾ ഓസ്ട്രേലിയ പോലെ ഒരു വലിയ ടീമിനെ നേരിടാൻ പോകുന്ന സമയത്ത് ശുഭ്മാൻ ഗില്ലിൻ്റെ ഫോം അവിടെ നിർണായകമാകും. അദ്ദേഹം ഓസ്ട്രേലിയൻ മണ്ണിൽ ഏകദിന പരമ്പരയിൽ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ സീരീസിലും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇനിയും സഞ്ജുവിനെ വെച്ച് നിങ്ങളൊരു പരീക്ഷണത്തിന് മുതിരുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ലോട്ട് വലിയ ചോദ്യചിഹ്നമാകും എന്നുള്ളത് പിന്നെ റിയാലിറ്റിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഇപ്പം കഴിഞ്ഞ സീരീസിൽ ഈ ഏഷ്യ കപ്പിൽ ഗംഭീറും അതുപോലെ ക്യാപ്റ്റനൊക്കെ നടത്തിയൊരു സെലക്ഷൻ എന്നുള്ളത് ശുഭ്മാൻ ഗിൽ, ഓപ്പണർ അഭിഷേക് ശർമ്മ. അപ്പം ഇവിടെ ഒരു വലിയൊരു മാറ്റത്തിന് സാധ്യതയില്ല. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 2-3 മത്സരങ്ങളിലെങ്കിലും അവർ ശുഭ്മാൻ ഗിൽ ഫോം ആവുന്നത് വരെ അദ്ദേഹത്തിന് അവസരം നൽകാനുള്ള സാധ്യതയാണ് കൂടുതലും. അപ്പം പൊസിഷനിലേക്ക് സഞ്ജു ആയിരിക്കും. മേ ബി 5th അല്ല 6th മാറാൻ പോലും സഞ്ജുവിന് സാധ്യതയുണ്ട്. കാരണം ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ഓപ്പണേഴ്സായി ഇറങ്ങുന്നു. പിന്നെ തിലക് വർമ്മ ഇറങ്ങുന്നു, സൂര്യകുമാർ യാദവ്, അതിനുശേഷം ദുബെ ഇറക്കുന്നു. അതിനുശേഷമായിരിക്കാം ചിലപ്പോൾ സഞ്ജുവിന്റെ ഒരു പൊസിഷൻ. ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഒക്കെ സഞ്ജുവിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കരമായി പരിഗണിക്കുന്നുണ്ട്. 7ാമത്തിലെ 8ാമത്തിലേക്കൊക്കെ പോയേക്കാം. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഈ തിലക് വർമ്മയുടെ ഒരു എൻട്രി അവിടെ 1 ഡൗൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് തൊട്ടുമുമ്പ് സൂര്യകുമാർ യാദവിന്റെ ഫോമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പൊസിഷൻ 1 ഡൗൺ ആയിരുന്നു. ക്യാപ്റ്റൻ ആയതിനു ശേഷം അദ്ദേഹം ആ സ്ഥാനം ബലി കഴിച്ച് തിലക് വർമ്മ കൊടുക്കുന്നു. തിലക് വർമ്മ ആ ഒരു പൊസിഷനിൽ അങ്ങ് ക്ലിക്ക് ആവുന്നു. സ്വാഭാവികമായിട്ടും തൻ്റെ സ്ഥാനം അവിടെ ബലി കഴിച്ച് തിലക് വർമ്മക്ക് കൊടുത്തതാണ് ഈ ഇദ്ദേഹത്തിൻ്റെ സൂര്യകുമാർ യാദവിൻ്റെ ഫോമിന് പ്രശ്നമായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം സൂര്യകുമാർ യാദവ് പിന്നെ 4ാം സ്ഥാനത്തേക്ക് മാറുന്നു. 4ാം സ്ഥാനത്ത് ആ പഴയൊരു ഫോമിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നില്ല. അപ്പം അത് സൂര്യകുമാർ യാദവിൻ്റെ കേസിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ സഞ്ജുവിൻ്റെ കേസിൽ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ 1-2 മത്സരത്തിൽ ഗില്ല് പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജുവിനെ ഗംഭീറിനെ ഇപ്പം T20 ടീമാണ്, ഒരുപാട് പരീക്ഷണങ്ങൾക്ക് നടത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മാത്രമല്ല ഈ ഇപ്പം സഞ്ജു ടീമിലുണ്ട് എന്നുള്ളത് ഇപ്പം തന്നെ ഒരു ജിതേഷ് ശർമ്മയും കീപ്പറായിട്ട് ടീമിലുണ്ട്. അപ്പം സഞ്ജു ആദ്യത്തെ 2 മത്സരങ്ങളിൽ ശുഭ്മാൻ ഗില്ലിന്റെ ഫോം എത്രത്തോളം നിർണായകമാവും എന്നുള്ളതിനനുസരിച്ചായിരിക്കും സഞ്ജുവിന്റെ, ഇപ്പം ഹാരിസ് പറഞ്ഞതുപോലെ ടോപ്പിൽ തന്നെ സഞ്ജു കളിക്കണം. കാരണം സഞ്ജു ഫോമായതൊക്കെയും ടോപ്പിൽ കളിച്ചതാണ്. അതായത് 3 സെഞ്ചുറികൾ തുടർച്ചയായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ബംഗ്ലാദേശിനെതിരെയൊക്കെ സെഞ്ചുറി അടിച്ച ഒരു T20യിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരമാണ്, സെഞ്ചുറി അടിച്ച താരമാണ്, സിയറ്റ് അവാർഡ് ലഭിച്ച താരമാണ്. അപ്പം അങ്ങനെയുള്ളൊരു താരത്തെ അങ്ങ് ഈ ഏഷ്യ കപ്പോട് കൂടി മാറ്റി വെക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ മധ്യനിരയിൽ അങ്ങനെ സ്ഥിരമായിട്ട് നീ മധ്യനിരയിൽ കളിച്ചാൽ മതി എന്ന് ഈ കോച്ചും അതുപോലെ തന്നെ ഈ ടീം മാനേജ്മെന്റും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പിന്നെ ഈ പവർ പ്ലേയിലൊക്കെ വരുന്നത്, ഈ പവർ പ്ലേ ആണല്ലോ മൊത്തത്തിൽ കളി നിർണ്ണയിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ടോപ്പ് ഓർഡർ ബാറ്റർമാർ ഡെലിവറി ചെയ്യുക എന്നുള്ളത് അനിവാര്യതയായിട്ട് വരും. അപ്പോൾ ഈ അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന ഒരു പേര് ഭയങ്കരമായി നിർണായകമായി പോകും. എക്സ് ഫാക്ടറാണ്. കുറേ കാലമായിട്ട് ഇന്ത്യയുടെ എക്സ് ഫാക്ടറാണ്. കഴിഞ്ഞ ഏഷ്യ കപ്പിൽ നമ്മൾ കണ്ടു 200 മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് കഴിഞ്ഞ ഏഷ്യ കപ്പിൽ അദ്ദേഹം ബാറ്റ് വീശിക്കൊണ്ടിരുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷും കൂടെ തുടങ്ങുന്ന ഒരു വെട്ടിക്കെട്ട് ഉണ്ട്. അപ്പോൾ ഇപ്പുറത്തും പവർ പ്ലേ തന്നെ. ഇപ്പോൾ പവർ പ്ലേയിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ പിന്നെ ഒരു കലണ്ടർ വർഷം 61 റൺസ് ശരാശരി സ്കോർ ചെയ്ത ഒരൊറ്റ ടീമേ പിന്നെ ലോകർക്ക് ചരിത്രത്തിൽ ഓസീസാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇതുപോലെ ഡെലിവറി ചെയ്യേണ്ടി വരും. അപ്പോൾ പവർ പ്ലേയിൽ എന്ത് നിങ്ങൾ സ്കോർ ചെയ്ത്, അപ്പോൾ അത് തന്നെയാണല്ലോ നമ്മൾ ഏഷ്യ കപ്പിലും കണ്ടത്. അഭിഷേക് ശർമ്മ തുടങ്ങി പിന്നെ ഒരു തുടക്കം ഇടുന്നു, ഒരു 10 ഓവർ ആകുമ്പോഴേക്കും നമ്മൾ 100 കടക്കുന്നു. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഈ ഫിനിഷർമാർക്കും മിഡിൽ ഓവറിനും ഡെലിവറി ചെയ്യാൻ കഴിയാത്ത ദിവസങ്ങളിൽ പോലും അഭിഷേക് ശർമ്മ തന്ന ആ തുടക്കം കൊണ്ട് നമ്മൾ കളി ജയിച്ച പിന്നെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അഭിഷേക് ശർമ്മ എങ്ങനെ ഡെലിവറി ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ശുഭ്മാൻ ഗിൽ ഡെലിവറി ചെയ്യാത്ത ഏഷ്യ കപ്പിലാണ് നമ്മൾ ജയിച്ചത്. അതായത് ഏഷ്യ കപ്പിൽ പോലും അവസാന മത്സരങ്ങളിൽ നമ്മൾ ലങ്കക്കെതിരെയും ഫൈനലിൽ പാകിസ്ഥാനെതിരെയൊക്കെ വീർത്തിട്ടാണ് ജയിച്ചത്. അതെ. അപ്പോൾ ഇങ്ങനെ 2 ഓപ്പണർമാരും ഡെലിവറി ചെയ്യും എന്നല്ല, അഭിഷേക് ശർമ്മ മാത്രം ഡെലിവറി ചെയ്താൽ ഇന്ത്യ ജയിക്കും എന്നുള്ളിടത്താണ്. അപ്പോൾ അഭിഷേക് ശർമ്മ കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ മനോഹരമായി ബാറ്റ് ചെയ്യും. സഞ്ജു പരാജയപ്പെട്ട പരമ്പരയായിരുന്നു അതിൽ സഞ്ജു ഓപ്പണിംഗ് സ്ലോട്ടിലാണുള്ളത്. സഞ്ജു പരാജയപ്പെടുന്നു. ഏഷ്യ കപ്പിൽ ശുഭ്മാൻ ഗിൽ പരാജയപ്പെടുന്നു. അപ്പോഴും അഭിഷേക് ശർമ്മ ഡെലിവറി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അഭിഷേക് ശർമ്മ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു എക്സ് ഫാക്ടർ തന്നെയാണ്. അദ്ദേഹം തുടങ്ങിത്തരുന്ന ആ തുടക്കം വെട്ടിക്കെട്ട് തുടക്കത്തിൽ നമുക്കൊരു പിന്നെ പവർ പ്ലേ ഓവറുകളിൽ 10, 70, 80 റൺസ് കടക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ കഴിയും ഫസ്റ്റ് മുതൽ തന്നെ എന്നുള്ളതാണ്. പിന്നെ തിലക് വർമ്മ വരുന്നു. ഹാർദിക് പാണ്ഡ്യ ഒരു വലിയ
പിന്നെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞാൽ പിന്നെ ആര് എന്ന് ഇപ്പോൾ ഒരു ഓൾറൗണ്ടർ ഓപ്ഷൻ നമുക്ക് ഇന്ത്യയിൽ കാണാൻ കിട്ടില്ല എന്നുള്ളതാണ്. ശിവൻ ദൂബെ നമ്മൾ പകരക്കാരനായി കൊണ്ടുവരുന്നു. അദ്ദേഹത്തെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു പിന്നെ ഒരു കൃത്യമായൊരു പകരക്കാരനായിട്ട് പറയാൻ സാധിക്കില്ല. നിതീഷ് കുമാർ റെഡ്ഡിയാണ് അദ്ദേഹത്തിന് പകരം വരുന്നത്. നിതീഷ് കുമാർ റെഡ്ഡിയെ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു കൃത്യമായ പകരക്കാരനെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഹാർദിക് പാണ്ഡ്യ അപ്പോൾ ഇംഗ്ലണ്ട് സീരീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഗൗതം ഗംഭീർ ഈ ഹൈ റിസ്ക് ഗെയിമുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 4ാമത്തെ മത്സരത്തിലോ മറ്റോ ആണ്, പൂനെയിലോ മറ്റോ ആയിരുന്നു, 12 റൺസിന് ഇന്ത്യയുടെ 3 വിക്കറ്റുകൾ പോടുന്നു. അപ്പോൾ കൂട്ട തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ ഈ ശിവൻ ദുബെയും ഹാർദിക് പാണ്ഡ്യയും തമ്മിൽ അവർ രണ്ടാളും 50 അടിച്ചിട്ട് 180 റൺസിലേക്ക് കൊണ്ടുവന്നു. 5ാമത്തെ വെച്ചിൽ ഇന്ത്യ 247 റൺസ് അടിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓപ്പണർമാർ ടോപ്പ് ഓർഡർ ഡെലിവറി ചെയ്യുന്നത് പോലെ തന്നെ മിഡിൽ ഓർഡറും അതുപോലെ തന്നെ ഫിനിഷർമാരും ഡെലിവറി ചെയ്യുന്ന ഒരു ഇന്ത്യ ഉണ്ടല്ലോ. അതിൽ ഹാർദിക് പാണ്ഡ്യക്ക് വലിയ റോൾ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫിനിഷർ റോളിൽ റിങ്കു സിംഗ്, ജിതേഷ് ശർമ്മ അങ്ങനെ ആരെങ്കിലും ഒക്കെ വരുമോ എന്നുള്ള എന്തായാലും 5 മത്സരങ്ങളുണ്ടല്ലോ. അതെ, റിങ്കുവിന് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് വേണ്ടത്ര അവസരങ്ങൾ നൽകാതെ നിൽക്കുകയാണ്. കാരണം റിങ്കുവിന് നമുക്കറിയാം കഴിഞ്ഞ ഈ ഒരു 4 അടിച്ച് ജയിപ്പിച്ചൊരു മത്സരം ഉണ്ടായിരുന്നു ഏഷ്യ കപ്പില്. അത് മാത്രമാണ് അദ്ദേഹത്തിന് ഏഷ്യ കപ്പിൽ അവസരം ലഭിച്ചത്. ഫൈനലില് വിജയ 4 അടിച്ച് ജയിപ്പിച്ചു. അപ്പോൾ റിങ്കു ഇപ്പം ഇന്ത്യയുടെ മധ്യനിര ഗൗതം ഗംഭീർ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ റിങ്കു കഴിഞ്ഞ കുറെ കാലമായിട്ട് റിങ്കുവിനും അർഷദീപിനൊന്നും വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഈ ഒരു സമയത്തെങ്കിലും അവരെ കൂടുതൽ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തൊരു സമയത്ത് ഒരു ഫിനിഷർ എന്ന നിലയിൽ ശിവൻ ദൂബെ ടീമിലുള്ളിടത്തോളം കാലം ശിവൻ ദൂബെയുണ്ട്. റിങ്കുവിനെ ഒരു ഫിനിഷറായിട്ട് ഈ പരമ്പരയിലെങ്കിലും കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇന്ത്യയുടെ ബോളിംഗ് എന്ന് പറയുമ്പോൾ ബുംറ തിരിച്ചെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം ലോകത്തിലെ നമ്പർ 1 ബോളറാണ് ബുംറ ഇല്ലാത്തത് നമ്മൾ കൃത്യമായിട്ടും ഏകദിന പരമ്പരയിൽ അതിൻ്റെ ഒരു വിഷമം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്ത് നമ്മളൊരു ടാക്ടിക്സിലേക്ക് പറയുകയും ചെയ്തിരുന്നു, വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള അപ്രസക്തമായ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ബുംറയെ കളിപ്പിക്കേണ്ടായിരുന്നു. ആ പരമ്പര ബുംറ കളിച്ചില്ലെങ്കിലും ഇന്ത്യ ജയിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പം ആ പരമ്പരയിൽ ബുംറയെ അമിത പണിയെടുപ്പിച്ചു. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഓസീസിനെതിരെയുള്ള ഏകദിന പരമ്പരയിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി, അതായത് വിശ്രമം നൽകി. പിന്നീട് ഈ ഒരു T20 പരമ്പരയിലേക്ക് വരുമ്പോൾ ബുംറ ഒരു പൂർവാധികം ശക്തിയോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ ബുംറയുടെ എൻട്രി എത്രത്തോളം ഇന്ത്യക്ക് പോസിറ്റീവായിട്ടുണ്ടാവും? ബുംറയുടെ മാത്രമല്ല, ഇപ്പോൾ ഈ അർഷദീപ് സിംഗിനെ കുറിച്ച് നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഏകദിന പരമ്പരയിൽ നന്നായി ഡെലിവറി ചെയ്തൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തെ അവസാന മത്സരത്തിൽ മാറ്റി നിർത്തിയിട്ട് പിന്നെ പ്രസിദ്ധ് കൃഷ്ണയെ കൊണ്ടുവരുന്നതാണ് കണ്ടത്. അപ്പോഴും ഹർഷിത് റാണ ടീമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഹർഷിത് റാണ അതെ, അപ്പോൾ ഹർഷിത് റാണയെ കുറിച്ച് ഇന്നലെ ഗൗതം ഗംഭീർ ഹർഷിത് റാണയെ വല്ലാതെ ബാക്കപ്പ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ബുംറയ്ക്കൊപ്പം ഹർഷിത് റാണയാണോ അതോ പിന്നെ ഹർഷദീപ് സിംഗ് ആണോ? ഹർഷദീപ് സിംഗിന് പിന്നെ ഇന്നലെ ആദം ഗിൽക്രിസ്റ്റ് പറയുന്നുണ്ട്, ജസ്പ്രീത് ബുംറ പോലും അല്ല ഓസ്ട്രേലിയൻ ബാറ്റർമാർ നിങ്ങൾ ഭയക്കേണ്ടത്, കരുതിയിരിക്കേണ്ടത് പിന്നെ ഹർഷദീപ് സിംഗിനാണ്. അതെ, അദ്ദേഹത്തെ നിങ്ങൾ കരുതിയിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ ആദ്യത്തെ 2 മത്സരങ്ങളിലൊക്കെ ഇന്ത്യക്ക് നിർണായകമായ വിക്കറ്റുകളൊക്കെ എടുത്ത് നൽകുന്നത് ഹർഷദീപ് സിംഗ് ആണെന്നുള്ളത്. അപ്പോൾ ഹർഷദീപ് സിംഗിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഏഷ്യ കപ്പിൽ അദ്ദേഹം പിന്നെ പലതവണയായി പുറത്തായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് കുൽദീപ് യാദവാണ്. കുൽദീപ് യാദവ് ഇപ്പോൾ നമ്മളെപ്പോഴും T20 കളിക്കുന്ന സമയത്ത് ബാറ്റിംഗ് സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് പിന്നെ വാഷിംഗ്ടൺ സുന്ദറിനെ പരിഗണിക്കേണ്ടി വരും. അപ്പോൾ അക്ഷർ പട്ടേലിനെ നിർബന്ധമായിട്ടും പരിഗണിക്കേണ്ടി വരും. അദ്ദേഹം നന്നായിട്ട് ബാറ്റ് വീശുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുൽദീപ് യാദവിൻ്റെ പൊസിഷൻ അവിടെ, സ്ലോട്ട് അവിടെ എന്നുള്ളത് ചർച്ചയാവും. അതേസമയം തന്നെ അപ്പുറത്ത് ആദം സാംബയെ അവർ നിർബന്ധമായിട്ടും ഉറപ്പായും കളിപ്പിക്കുകയും ചെയ്യും. നമ്മളപ്പോഴും ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ കളിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് എത്ര കാലം കോൺഫിഡൻസിന്റെ ഒരു പ്രശ്നമാണ്. കാരണം ഈ വിദേശ രാജ്യങ്ങൾ കളിക്കുമ്പോൾ നമ്മുടെ ബാറ്റിംഗ് ക്ലിക്ക് ആവുമോ ഇല്ലയോ എന്നുള്ളൊരു കോൺഫിഡൻസ് കുറവുള്ളത് കൊണ്ടാണ് പലപ്പോഴും ബാറ്റിംഗ് ചെയ്യാൻ അറിയാവുന്ന ഒരു ബോളർ ഉൾപ്പെടുന്നത്. അത് പക്ക ഒരു കൃത്യമായ ഒരു ബോളറെ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ ഒരു കാലത്ത് നമുക്കറിയാം T20 ടൂർണമെന്റുകളിലൊക്കെ ഇന്ത്യ പല രാജ്യങ്ങളിലും പല സ്ഥലത്തൊക്കെ ജയിക്കുന്നുണ്ട്. ഈ സമയത്തെങ്കിലും അങ്ങനെ ഒരു ഓപ്ഷൻ മാറ്റി വെച്ചിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ തന്നെ എന്ത് ഉപയോഗിക്കേണ്ട കാലം ഒരുപാട് അതിക്രമിച്ചു എന്ന് തോന്നുന്നു. തീർച്ചയായും നമ്മളൊക്കെ ഒരു കാലത്തും എല്ലാ കാലത്തും ഇന്ത്യൻ ടീമിൽ പിന്നെ ഈ ഇതിഹാസ സ്പിന്നർമാരുണ്ടായിരുന്ന ഒരു ടീമാണ് ഇന്ത്യയുടെ. അനിൽ കുംബ്ലെ മുതലെടുത്താൽ ഹർഭജൻ സിംഗ് മുതൽ നമുക്ക് എത്ര ഓർമ്മയുള്ള അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതിഹാസ സമാനമായ കരിയർ ഉണ്ടാകേണ്ട കുൽദീപ് യാദവിനെ നമ്മൾ എത്ര കാലമായി പുറത്തിരുത്തുന്നു. അതായത് നമ്മൾ തന്നെ പല തമ്മിലും പറഞ്ഞതുപോലെ മഴയത്ത് നിർത്തുകയാണ്. അതെ, എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിക്കറ്റ് മൊത്തത്തിലൊരു ബാറ്റിംഗ് ഓറിയന്റഡ് ആയിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റർമാർക്ക് അപ്രമാദിത്വം കിട്ടുന്ന ഒരു ഇതായി പോയിടത്ത് കുൽദീപ് യാദവിനെ പോലെ നമ്മുടെ ഒരു ചൈനാമാൻ സ്പിന്നറെയാണ്. അത് അപൂർവമായി മാത്രം കിട്ടുന്ന ചില വിധികളെയാണ് നമ്മൾ പുറത്തിരുത്തുന്നത് എന്നതാണല്ലോ. അദ്ദേഹത്തെ പിന്നെ ഇപ്പോൾ കുറേ കാലം പുറത്തിരുത്തിയതിനു ശേഷം അദ്ദേഹം ടീമിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം മനോഹരമായി ഡെലിവറി ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോഴും ബാറ്റിംഗ് സ്ട്രെങ്ത്തിന്റെ കാര്യം പറഞ്ഞ് പിന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അതായത് പൂർണ്ണമായിട്ടുള്ള സ്പിന്നർ പലപ്പോഴും ഇതിനു മുമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പലപ്പോഴും ഇന്ത്യ വിദേശത്ത് പോകുമ്പോൾ ഒരു ഇതുപോലുള്ള മത്സരങ്ങൾ വരുമ്പോൾ അശ്വിനെ പുറത്തിരുത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുമുമ്പ് ലെജൻഡറി അനിൽ കുംബ്ലെ അദ്ദേഹം
അദ്ദേഹത്തിന് ബാറ്റിംഗ് കഴിവിൽ വേണ്ടത്ര ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിരുത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇന്ത്യ പക്ഷേ ഈ ഒരു കാലത്ത് T20 കാലത്ത് IPL ഒക്കെ വന്നതിന് ശേഷം ഇന്ത്യ ബാറ്റിങ്ങിൽ ഒരുപാട് സ്ട്രെങ്ത്, അഭിഷേകിനെ പോലത്തെ ഒരു കളിക്കാരൻ വരുന്നു, അങ്ങനെയുള്ള വൈഭവ് സൂര്യവംശിയെ പോലുള്ള അത്രയും അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരുപാട് കളിക്കാരൻ നമ്മൾ കാണുന്നുണ്ട്. നല്ല ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ടായിട്ട് പോലും കുൽദീപിനെ പുറത്തിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഇനിയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ലോകകപ്പിന് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ഈ മനുഷ്യനെയും കൊണ്ട് നമ്മൾ പോകും, എന്നിട്ട് അദ്ദേഹത്തെ പുറത്തിരുത്തും, എന്നിട്ട് നമ്മൾ ബാറ്റിംഗ് സ്ട്രെങ്ത്തിന്റെ പേര് പറഞ്ഞിട്ട് പണ്ട് അശ്വിനും പിന്നെ ജഡേജയും ഉള്ള സമയത്തും ഇത് തന്നെയാണ് റീസൺ പറഞ്ഞിരുന്നത്. പുറത്തിരുത്തും, ജഡേജയെ കളിപ്പിക്കും, ആ ഒരു രീതിയായിരുന്നു. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുൽദീപ് യാദവിന് ഈ സീരീസിൽ കിട്ടുന്ന അവസരം അനുസരിച്ചിരിക്കും അദ്ദേഹം അടുത്ത ലോകകപ്പിൽ കളിക്കുമോ ഇല്ലയോ, എത്ര നേരം പുറത്തിരിക്കും. അപ്പോൾ ഗംഭീറിന്റെ അജണ്ടകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഏത് ടാക്ടിക്സ് ആണ് അദ്ദേഹം ഉപയോഗിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് ഈ സീരീസിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ശക്തിയാണ് നേരിടാൻ പോകുന്നത്. ഈ ശക്തി ഇപ്പോൾ ഓസ്ട്രേലിയ നേരിടുന്ന 11 ഏതാണോ ആ 11 ആയിരിക്കും ഏറെക്കുറെ നമ്മൾ അടുത്ത ലോകകപ്പിൽ കാണേണ്ടത് എന്നുകൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. മറുവശത്ത് ഹേസൽവുഡിനെ കുറിച്ചുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഹേസൽവുഡ് ആയിരിക്കും അവരുടെ ഒരു പക്ക T20 ബോളർ അല്ലെങ്കിൽ ലിമിറ്റഡ് ഓവർ ബോളർ എന്ന നിലക്ക് നോക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് വളർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഏകദിന പരമ്പരയിലടക്കം രോഹിത് ശർമ്മയെ കുടുക്കി ഒരുപാട് പന്തുകളുണ്ട്. അതെ, സ്റ്റാർക്ക് ഇല്ലാത്തൊരു സീരീസിനാണ് അവർ വരുന്നത്. ഇപ്പോൾ സ്റ്റാർക്ക് T20 നിന്ന് വിരമിക്കുന്നു. അവരും മൊത്തത്തിലൊരു ട്രാൻസിഷൻ പീരീഡിലാണ്. ഒരുപാട് പുതിയ കളിക്കാരുണ്ട്. ഇപ്പോൾ ഏകദിന പരമ്പരയിൽ സ്കോർ ചെയ്ത ഇപ്പോൾ ബേർട്ട്ലെറ്റൊക്കെ അദ്ദേഹം ടീമിലുണ്ട്, എല്ലിസ് ഉണ്ട് ടീമിൽ, അപ്പോൾ സ്റ്റോയിനിസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹേസൽവുഡ് ഇപ്പോൾ നമുക്ക് പറയാനുണ്ട് ഇന്ത്യക്കെതിരെ നന്നായി ഡെലിവർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ രോഹിത് ശർമ്മയെ അദ്ദേഹം വെള്ളം കുടിപ്പിച്ചതുപോലെ അഭിഷേക് ശർമ്മയെ വെള്ളം കുടിപ്പിക്കാൻ കഴിയുമോ? മാത്രമല്ല ഇത് ബൗൺസി പിച്ചുകളാണ്, അവരുടെ നാട്ടിലാണ് കളിക്കുന്നത്, അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്ത്യ പിന്നെ ഏഷ്യ കപ്പിൽ ഇന്ത്യ കപ്പടിച്ചു എന്നുള്ളത് ശരി തന്നെ, അത് ഇവിടെയുള്ള പിച്ചുകളിലായിരുന്നു, ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലെ പിച്ചുകളിലായിരുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ആ ഒരു ബൗൺസി പിച്ചുകൾ അഭിഷേക് ശർമ്മ എത്രത്തോളം അതിനെ അതിജീവിക്കും, ഹേസൽവുഡിനെ അതിജീവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഷഹീൻ അഫ്രീദിയെ നേരിടുന്നത് പോലെ ആയിരിക്കില്ല ജോഷ് ഹേസൽവുഡിനെ നേരിടുന്നത് എന്ന് അഭിഷേക് ശർമ്മ നേരത്തെ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യ ടോപ്പ് ഓർഡർ തകർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പവർ പ്ലേ പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഡൊമിനൻസ് ചിലപ്പോൾ പവർ പ്ലേ ആ ഓവറുകളിൽ കിട്ടുന്ന ഒരു ഡൊമിനൻസ് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഹേസൽവുഡിന്റെ പന്തുകൾ അദ്ദേഹം എങ്ങനെ നേരിടുന്നു എന്നുള്ളതായിരിക്കും ചിലപ്പോൾ. അതെ അതെ, 5 മത്സരങ്ങളാണുള്ളത്. അപ്പം ഹാരിസിന്റെ ഒരു പ്രഡിക്ഷൻ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഇന്ത്യ സീരീസ് ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോഴും നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് ഡൊമിൻ ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു 3-2 നമ്മൾ പരമ്പര ജയിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ ആദം വിൽക്കിസിനോട് ചിലർ ചോദിക്കുന്നുണ്ട് ഈ പരമ്പരയുടെ ഫലം എന്തായിരിക്കുമെന്ന്. അദ്ദേഹം പറയുന്നുണ്ട് 3-2. അപ്പോൾ ഇന്ത്യ ജയിക്കും അതല്ല 3-2 എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആര് ജയിക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് അത് പറയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതെ, അതായത് നിർണായകമായിരിക്കും, 2 ടീമുകളും ഡെലിവർ ചെയ്യും, പക്ഷേ ആര് ജയിക്കുമെന്ന് ഇപ്പോൾ പിടിക്കാൻ തോന്നുന്നു. കാരണം 3-2 പരമ്പരയുടെ സ്ഥിതി. അത് ഇന്ത്യ ആവാം അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആവാം. അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ T20 പരമ്പര നാളെ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ ഇതിന് താഴെ കമൻറ്റുകളായി എഴുതാം. ആരായിരിക്കും ഈ ഒരു പരമ്പരയിലെ മാൻ ഓഫ് സീരീസ്, ആരായിരിക്കും ഏറ്റവും കൂടുതൽ റൺസ് നേടുന്നത്, ആരായിരിക്കും ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്നത്, അതൊക്കെ ഇതിന് ചുവടെ കമൻറ്റുകളായി എഴുതാം. അപ്പം ഈ ഒരു ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.